ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എൽനാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ബീഫ് ഒരു കുക്കറിലേക്ക് ഇടുക. അതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് ജീരകം, ബ്ലാക്ക് പെപ്പർ, ഉപ്പ്, ടർമറിക് പൗഡർ, ഗരം മസാല, കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇനി കുക്കർ അടച്ച് 3 വിസിൽ വരുന്നത് വരെ അടുപ്പത്ത് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഗ്രേവിയിലേക്കുള്ള പരിപാടിയിലേക്ക് പോവാം. ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുക. ഇനി ഒരു 4 സവോള അരിഞ്ഞെടുക്കാം. അതിനുശേഷം ഒരു വലിയ തക്കാളി അരിഞ്ഞെടുക്കാം. ഇനി ഒരു 2 പിടി ചുവന്നുള്ളി അരിഞ്ഞെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കുക്കർ വിസിലടിച്ചിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി ഒരു 4-5 പച്ചമുളക് കൂടി അരിഞ്ഞെടുക്കാം കറിയിലേക്ക്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുപ്പിലേക്ക് ചട്ടി വെക്കുക. അതിലേക്ക് എണ്ണയൊഴിച്ച് സവോള ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. സവാളയൊന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി വെന്തു വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് എന്നിവയെല്ലാം നമുക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതും കുറച്ചേരം അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതെല്ലാം മിക്സായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ബീഫ് സ്റ്റോക്ക് ചേർക്കാം നമുക്ക്. ഇനി അതും ഒന്ന് കുറച്ച് കിടന്ന് തിളക്കട്ടെ. ഇനി അതൊന്ന് അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാൻ സമയമായി. കുറച്ച് മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇതൊന്ന് മിക്സായി വരുമ്പോഴേക്കും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുള്ള സമയമായി. അപ്പോൾ നമുക്ക് ബീഫ് ചേർക്കാം. ബീഫ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് നമുക്ക് തിള വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം.
നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും ചേർത്ത് അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.